എൻ്റെ വാർഡിലാണ് കംപ്ലയിൻറ്റ് വന്നത്. അതുകൊണ്ടാണ് 32 വാർഡത്തെ ഒഴിവാക്കിയിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് കൊണ്ട് വന്നതാണത്. എൻ്റെ വാർഡിലാണ് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നത്. കാരണം അത് രാഷ്ട്രീയ ബേസാണ്, അതൊക്കെ വേറെ പോട്ടെ. എൻ്റെ വാർഡിലാണ് ആ ലിസ്റ്റാണ് എത്ര 58 പേര് ആ ലിസ്റ്റിൻ്റെ കയ്യിലുണ്ട്. ആ ലിസ്റ്റ് ധനകാര്യ കമ്മീഷൻ തേടിയിരുന്നു, അവരെന്നെ വിളിച്ചിരുന്നു, ഗോപി വരണം എന്ന് പറഞ്ഞിട്ട് എല്ലാ വീട്ടിലും ഞാൻ പോയതാണ്. അവർ റിപ്പോർട്ടാക്കിയിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 2-3 പേര് തന്നെ അവർ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ തന്നെ അത് ക്യാൻസലാക്കണമെന്നാണ് അവർ ക്യാൻസലാക്കി. ഒരാൾ മരിച്ചും ചെയ്തു. ബാക്കിയുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണെന്ന് ഞാൻ ചോദിച്ചിരുന്നു, നിങ്ങളെന്താ എല്ലാ വാർഡിലും ഉണ്ടോ ചോദിച്ചു. എനിക്കറിയണ്ടായിരുന്നില്ല. എല്ലാ വാർഡിലും ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. റിപ്പോർട്ട് നിങ്ങൾ കൊടുക്കണ്ടോ ചോദിച്ചു എന്ന് പറഞ്ഞ് തിരിച്ചു പോവുക ചെയ്തു. 52 പേരുടെ ലിസ്റ്റ്, 56 പേര് എൻ്റെ അടുത്തുണ്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ വാർഡിൽ മാത്രം 56 ഞാൻ 2005 പഞ്ചായത്ത് മെമ്പറായി, അതിന് ശേഷം കൗൺസിലായി, പിന്നെയും കൗൺസിലായി. അപ്പോൾ ആ സമയത്ത് 2005 വരുന്നതിൻ്റെ മുന്നേ തന്നെ ഒരുപാട് പെൻഷൻകാരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മൾ പെൻഷൻ കൊടുക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും വ്യക്തികൾക്ക് പെൻഷൻ അനുവദിച്ച് കൊടുക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ മാനദണ്ഡമുണ്ട്. സർക്കാരിൻ്റെ മാനദണ്ഡം 2000 സ്ക്വയർ മീറ്റർ AC കാറ്, 1 ഏക്കർ സ്ഥലം, അങ്ങനത്തെ ഒക്കെ മാനദണ്ഡം ഒഴിവാക്കിയിട്ടല്ലേ നമ്മൾ വരുള്ളൂ. വില്ലേജ് ഓഫീസർ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ സമയത്ത് അത് അന്വേഷിച്ചിട്ട് കൃത്യമായിട്ട് കൊടുക്കുള്ളൂ. റേഷൻ കാർഡും നികുതി ഷീറ്റും ഒക്കെ വെക്കണം. വീടിൻ്റെ ഒക്കെ അവർ ചോദിച്ചിട്ട് അത് കൃത്യമായിട്ട് വില്ലേജ് ഓഫീസർ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ. പിന്നെ സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ചല്ലാതെ ആരെയും അർഹതപ്പെട്ടവർക്ക് വില്ലേജ് ഓഫീസർ കൊടുക്കും എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടുക. പിന്നെ സാറ് പറഞ്ഞില്ലേ കാറ്, അങ്ങനെ കാറ് വാങ്ങുന്ന ആൾക്കാർ പെൻഷൻ വാങ്ങുമോ? അല്ല, കണ്ടെത്തി മക്കൾക്ക് കാറുണ്ടാവും. മക്കൾക്ക് പെൻഷൻ വാങ്ങുന്ന ആൾക്കാരാവില്ല. മക്കൾക്ക് കാരണം അവർ കല്യാണം കഴിഞ്ഞിട്ട് പോകും. സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വരുമാന പരിധി പിതാവിന് ബാധകമല്ല എന്ന് പ്രത്യേക മാനദണ്ഡമുണ്ട്. മക്കൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടിച്ചിട്ടുണ്ടെങ്കിലും അത് ആ സ്വത്ത് ആ വില്ലേജ് ഓഫീസർക്ക് അറിയാം. കാരണം ആർക്കും അറിയാൻ പറ്റും അത് വരുമാന പരിധി പിതാവിന് ബാധകമല്ല എന്ന് പറഞ്ഞു. പിതാവാണ് അപേക്ഷ കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ പെൻഷൻ വാങ്ങുന്ന ആൾ കാറ് പോയെന്ന് പറഞ്ഞ് എൻ്റെ ഓർമ്മയിലില്ല എൻ്റെ വാർഡിൽ. രാഷ്ട്രീയമായിട്ട് കുറേ ആൾക്കാർ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ വാർഡിൽ മാത്രം 32 അങ്ങനെ 2021 അങ്ങനെ വന്നിട്ടുണ്ടാവുക. ഞാൻ ചോദിച്ചു അവരോട്, അപ്പോൾ അതൊന്നും അവർ പറഞ്ഞില്ല. അപ്പോൾ അത് ആയിക്കോട്ടെ, കാരണം അനർഹമായി കണ്ടെത്തണമല്ലോ. അങ്ങനെ വല്ലവരുണ്ടെങ്കിൽ കണ്ടെത്തണം, കണ്ടെത്തിയിട്ട് അവർ അനർഹമായിട്ട് ഒഴിവാക്കണം. പല കേസുകളും ഇപ്പോൾ മരിച്ച കേസ് തന്നെ ഞാൻ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റും ആധാർ കാർഡും വെച്ച് ഇവിടെ ക്യാൻസലാക്കാറുണ്ട്. അങ്ങനെ അനർഹമായി കിട്ടിയിട്ട് തിരിച്ചടച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ അക്കൗണ്ടിൽ തന്നെ തിരിച്ചടയ്ക്കാൻ പറ്റും നമുക്ക്. അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സാർ ഒരു കാര്യം കൂടി വേണ്ട, പിന്നെ മിലിറ്ററി പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുണ്ടാവും. അവരോട് ഞാൻ ആദ്യം എന്ന് പറഞ്ഞാൽ 3 ലക്ഷം എന്ന് വരുമാന പരിധി. സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ആദ്യം 3 ലക്ഷമായിരുന്നു ഒരു പെൻഷൻ കിട്ടുന്ന വരുമാന പരിധി. പിന്നെ അത് 1 ലക്ഷമാക്കി. ഇപ്പോൾ സാധാരണ നിലയ്ക്ക് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ജോലി ഉണ്ടിച്ചിട്ടുണ്ടെങ്കിൽ ചെറുകിട സ്ഥലത്തൊക്കെ ജോലി ഉണ്ടാകും. അർദ്ധ സർക്കാർ ജീവനക്കാർ 1 ലക്ഷത്തിൻ്റെ പരിധിയിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടും. അവർ സാധാരണ മാനദണ്ഡം അതാണ്. പിന്നെ ജീവനോപാധി നോക്കും. RI വന്നിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വീട് നോക്കിയിട്ട് 2000 സ്ക്വയർ മീറ്റർ ഉണ്ടോ നോക്കും, AC ഉണ്ടോ. ആ 3 മാനദണ്ഡം അനുസരിച്ച് ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ കട്ടാക്കലുണ്ട്, കൊടുക്കാറില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇതിൻ്റെ മുന്നേ 2010 2005 പെൻഷൻ വാങ്ങാൻ പറ്റിയ മാനദണ്ഡങ്ങളില്ല. അന്ന് പെൻഷൻ വാങ്ങിയിരുന്നു, അന്ന് പല ആൾക്കാരും പെൻഷൻ വാങ്ങിയിരുന്നു. ഇപ്പോൾ അത് ഒഴിവാക്കിയിട്ടില്ല. ഇപ്പോൾ ഒഴിവാക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരൊറ്റ നിർദ്ദേശമേ കാരണം സാധാരണ നിലയ്ക്ക് അവർക്ക് സ്വമേധ ഒഴിവാക്കാം, പിന്നെ പറഞ്ഞ് ഒഴിവാക്കാം. AC ഒക്കെ വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അതിൻ്റെ ശേഷം വരുമാന സർട്ടിഫിക്കറ്റ് കുട്ടികൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവും. ആ ജോലി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ജോലി കിട്ടി, ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം പറഞ്ഞിട്ട് അങ്ങനെ പല കേസുകളും പെൻഷൻ ഒഴിവാക്കിയ കേസുകളുണ്ട്. അതൊന്നും ഞാൻ അന്വേഷിച്ചില്ല. പരാതി കൊടുത്താലേ നമുക്ക് അന്വേഷിക്കാം. നമുക്ക് അർഹതപ്പെട്ട വീടുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സർക്കാർ മാനദണ്ഡം അനുസരിച്ച് വന്നിട്ട് മുനിസിപ്പാലിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കണ്ടേ? അതെന്താ കൊടുക്കാതിരുന്നു ഞാൻ ചോദിക്കുന്നത്? അത് കൊടുക്കണ്ട അവർ. എൻ്റെ ലിസ്റ്റ് ഉണ്ട്, എൻ്റെ അടുത്തുണ്ട് ഈ 56 പേര്. അല്ല, അവർ ആരെ റിപ്പോർട്ട് ധനകാര്യ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്ത് വീട് നോട്ടിഫൈ ചെയ്ത് കൊടുത്ത റെക്കോർഡുകൾ എൻ്റെ അടുത്തുണ്ട്, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഓരോ വീട്ടിലും അതിൽ ഓരോ വീട് നോക്കി അങ്ങനെ അർഹത ഉണ്ടെങ്കിൽ അവർ കണ്ടെത്തി കൊടുക്കണ്ടേ? റിപ്പോർട്ടല്ല ധനകാര്യ കമ്മീഷന്റെ കയ്യിലുണ്ടായിരുന്ന രേഖ, വീട് നോട്ടിഫൈ ചെയ്ത് ഈ വീടൊക്കെ പരിശോധിക്കണമെന്ന് പറഞ്ഞ് കൊടുത്ത റെക്കോർഡുകൾ എൻ്റെ കൈവശമുണ്ട്. അനർഹരാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കൊടുക്കേണ്ട റിപ്പോർട്ട് കമ്മീഷൻ കൊടുക്കേണ്ട പടക്കി അറിയുന്നതാണ്. അതെ, അത് 2-4 കേസുകൾ ഉണ്ടായിരുന്നു. 2-4 കേസ് 1 ഏക്കറുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അവർ വാങ്ങി അക്യുമുലേറ്റ് ചെയ്തതിന് ശേഷം അവരൊക്കെ ഒഴിവാക്കി. പിന്നെ ഒരാൾക്ക് AC ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി.